നല്ല ഉറക്കാണ് രണ്ടാളും, അപ്പയും മോനും. പൊന്നിങ്ങോട്ട് പെരുന്നാളാണ്, നല്ല ഉടക്ക. അപ്പൊ ഡ്രസ്സൊക്കെ സെറ്റ്. നിറഞ്ഞ ഈദ് മുബാറക് ആശംസകൾ. ഹലോ, ഇവിടെ നിസ്കരിക്കണ്ടേ സുബി? പള്ളി പോണ്ടേ? എണീച്ചൂടെ? എല്ലാം മോനറിയാണ്ട്. പൊന്നിന്റെ പെരുന്നാൾ, ആടി പെരുന്നാളാണ്, നല്ല ഉടക്ക. മാറ്റം നടക്കി, ഞാനത് നിസ്കരിക്കട്ടെ. മോനെണീച്ച്. ഇതെന്ത് സ്വഭാവ? നിങ്ങളൊന്നുകൂടി കൂട്ടി പിടിച്ച് ഇനി ഓൻ ഉറങ്ങും. അപ്പൊ ഡ്രസ്സൊക്കെ സെറ്റാണ്, എൻ്റെ ഉമ്മോൻ്റെ കാക്കൻ്റെ ഒക്കെ. അപ്പൊ നമുക്ക് ഡ്രസ്സ് മാറ്റി തരാം. അപ്പം നമ്മൾ പെരുന്നാളിൻ്റെ അന്ന് രാവിലെ എണീച്ച് കുളിച്ച് മാറ്റമൊക്കെ ചെയ്ത് പിന്നെ നമ്മൾ നേരെ പള്ളിയിലേക്കാണ് പോവുക, ഈദ്ഗാഹിന് പങ്കെടുക്കാൻ. മാരേജിൻ്റെ മുമ്പൊക്കെ ഞങ്ങളവിടെ അടുത്തൊരു സ്കൂളിൽ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് ഈദ്ഗാഹ് നടക്കൽ. ഞാൻ അവിടെ ആയിരുന്നു പോവാറ്. ഇവിടെ എത്തിയ സമയത്ത് ഹസ്ബൻഡിൻ്റെ വീടിനടുത്ത് തന്നെ ഉണ്ട് പള്ളി. അവിടെ ഒരു ചെറിയൊരു ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് അവർ ഈദ്ഗാഹ് നടത്തിയത്. അങ്ങനെ ലഹരിക്കെതിരെയാണ് കേട്ടോ നമ്മുടെ മെയിൻ ക്ലാസ് ഉണ്ടായിരുന്നത്. ഒരു ടൈപ്പ് സാധനം അതിൽ അണ്ടിയൊക്കെ ഉണ്ടോ? ഞങ്ങൾ പായസമല്ല കേട്ടോ ഈ പെരുന്നാളിന് ഞങ്ങൾ വെള്ളം കലക്കുകയാണ്. അല്ല, വെള്ളം കലക്കല്ല, സ്പെഷ്യൽ. എന്താ പേരുണ്ടോ? കാരണം ഈ ചൂടത്തെ ആർക്കും പായസം ഒന്നും വേണ്ട. ഞങ്ങൾ വിചാരിച്ച് വെള്ളം കലക്കാം. സ്കൂൾ പഠിക്കാൻ അത് സ്കൂളിന്റെ അടുത്തുനിന്ന് ഒരു കൂൾ ബാറിനൊക്കെ പഫ്സും ലൈമും കുടിക്കല്ലേ, ആ ലൈം. പിന്നെ ഉമ്മ എല്ലാ പണിയും കഴിഞ്ഞ് നമ്മുടെ പള്ളിയിൽ നിന്ന് ഇറങ്ങലൊക്കെ കഴിഞ്ഞിട്ടാണ് ചോറ് ദമ്മിടാൻ എറിഞ്ഞ. മസാലയൊക്കെ ഞാൻ പറഞ്ഞില്ലേ രാവിലെ ആക്കി വെക്കും. റൈസ് വന്നിട്ടാണ് വെച്ചത്. അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ ഉമ്മൻ്റെത്. നല്ല ദം ബിരിയാണി. നമ്മുടെ ലഗോൺ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. ചിക്കൻ ഞാൻ കായം വെച്ചത് കേട്ടോ. അങ്ങനെ ചിക്കനൊക്കെ പൊരിച്ചു. കുറേ ആൾക്കാർ ഫുഡൊക്കെ കഴിക്കാൻ വന്നു. ഇനി അടുത്തത് എൻ്റെ ഊയമാണ് ഫുഡ് കഴിക്കാൻ. ഫുഡൊക്കെ കഴിച്ചപ്പോഴത്തേക്കിന് ഉമ്മ എത്തിയിട്ടുണ്ട്. ഉമ്മ കുറച്ച് ദിവസത്തേക്ക് ഞങ്ങളപ്പുറം നിൽക്കാൻ വരികയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ നൗഷിൻ്റെ ഫ്രണ്ട്സൊക്കെ എത്തി. പിന്നെ അമ്മനോട് ഞാൻ സംസാരിക്കുകയാണ്. മാമ കുറച്ചുകൂടി ചോറിട്ടോളി. അടുത്തത് എൻ്റെ ചെരുപ്പിൻ്റെ പരസ്യമാണ്. നമ്മൾ മേമൻ്റെ അവിടെ. അങ്ങനെ ഏകദേശം തിരക്കൊക്കെ കഴിഞ്ഞിതാ ഞങ്ങൾ അടുത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അടുത്ത് ഞാൻ പറഞ്ഞില്ലേ 3 മെമ്മമാരുണ്ട് എനിക്ക്. അപ്പം ഞാൻ ഓരോ വീട്ടിലായിട്ട് കയറി ഇറങ്ങാമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ രണ്ടാളും കൂടി പോവുകയാണ്. ഫസ്റ്റ് പോയത് അസിമേമൻ്റെ അവിടെയാണ് കേട്ടോ. ഇതിൽ മറ്റെന്തോ റെസിഡൻസ് ചോദിച്ചില്ല, മിൽക്ക് മേഡ് അല്ലേ? ഈ ഒരു ഷെയ്ക്കാണ് കേട്ടോ മേം ആദ്യം തന്ന്. നല്ല രസമുണ്ടായിരുന്നു. അസ്മേമൻ്റെ സ്പെഷ്യൽ കസ്റ്റാർഡ്. ഇതാണ് നല്ല രസമുണ്ട് കേട്ടോ. അടുത്ത വീട്ടിൽ കയറാം. നമുക്ക് ഇവിടെ പോയി ഫോട്ടോ എടുക്കാൻ വൈകുന്നേരം പോവാം. ക്ലിയർ ഉണ്ടോ? പോവാ. നിങ്ങൾ കയറിക്കോളി. അല്ലേ നമുക്ക് ഇപ്പം വരാം. ഉമ്മമ്മനോട് ഞാൻ ആരാ വാവാണ്, ഞാൻ ആരാന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താന്ന്. ഉമ്മമ്മക്കിപ്പോൾ കുറച്ചൊരു മറവിയുണ്ട്. എന്താ പറയുക, നമ്മൾ ചില സമയത്ത് ഓർമ്മ ഉണ്ടാവില്ല നമ്മൾ ആരാന്ന്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമ്പോൾ ചിലപ്പോൾ വേറെ ഏതോ പേര് പറയൂ. അപ്പോൾ പിന്നെയും ഞാൻ ക്ലിയർ ആക്കി കൊടുക്കും, ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മോനൊക്കെ അവിടെ കൊടുത്തതിന് ശേഷം പിന്നെ സുലേഖ മേമിൻ്റെ അവിടേക്ക് വന്നു. സുലേഖ മേമിൻ്റെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ബേബിനെ കാണാൻ വീട് നിറച്ചു ആൾക്കാരായി. നമ്മൾ മോന്റെ പിക്ക് എടുക്കാൻ പോവാട്ടോ. പെരുന്നാളിൻ്റെ അന്ന് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ പോവല്ലേ.
അവിടെ അടുത്ത് നല്ലൊരു വീടുണ്ട്, അത്യാവശ്യം ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. അവിടെയുള്ള വീഡിയോ എന്നോട് എടുക്കാൻ മറന്നു കിട്ടും. നമ്മൾ ഫോട്ടോഷൂട്ടിന് പോയത്. അങ്ങനെ ഞങ്ങളിതാ മോൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത്, ഞാനും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങളിതാ തിരിച്ചു പോന്നു. എല്ലാവർക്കും പറയണ്ടേ, അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക് ആശംസകൾ. നിങ്ങൾ പെരുന്നാൾ ആശംസകൾ പറഞ്ഞ പറ്റി പറയാം. പിന്നെ ഈദ് മുബാറക് ആശംസ നിങ്ങളും കൂടി പറയണം. ഒന്നുകൂടി ടേക്ക് എടുക്കാം. എല്ലാവർക്കും ഞങ്ങളുടെ രണ്ടാളുടെയും പിന്നെ ഞങ്ങളുടെ കുഞ്ഞുമോന്റെയും പെരുന്നാൾ ആശംസകൾ. അപ്പൊ ഈദ് മുബാറക് എല്ലാവർക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ടാറ്റാ.